ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്ത വേറൊന്നുമല്ല. എനിക്ക് ഇത്തിരി തലവേദനയും പനി ചുമ പിന്നെ ഇത്തിരി ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് എന്തായാലും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്തിരി വെയിറ്റ് ചെയ്താൽ മതിട്ടോ, എന്തായാലും വരും. പിന്നെ ഇത്തിരി വീഡിയോസ് നമ്മൾ എടുക്കാത്തതുകൊണ്ട് എന്തായാലും എടുത്തു വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ബോറടിച്ച് ചെയ്തു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് നമ്മളെ ഇതാണ് മറന്നുപോയി, ക്രോഷിയാണ്. ക്രോഷി നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പ്ലാന്റിങ് ഹാങ്ങിങ് പോട്ടില്ലേ, അതിനിപ്പോൾ ഏത് ചെടിവാഴ ഇടുന്നത് നിങ്ങൾ പറയുന്നുണ്ടോ? സ്ഥലം ചെയ്യും നമുക്ക് വേണേൽ ആ ചെടി ഇട്ടിടാം. പിന്നെ ഞാൻ എൻ്റെ അവിടെ ഉള്ള ഇതൊക്കെ ക്ലീനാക്കി. ഇത് എൻ്റെ മാമ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേക്ക് കണ്ടൊരു ക്രയോൺ പെട്ടിയാണ്. ഇത് തുറന്നു നോക്കിയതാണ്. പിന്നെ പൂട്ടിച്ചാണ് സൈഡോട്ടേക്ക്. പിന്നെ തുറന്നിട്ടേ ഇല്ല. നോക്കിയപ്പോൾ കണ്ടമാന പേപ്പേഴ്സ് ഉണ്ട്. എനിക്കറിയാം എല്ലാ പേപ്പറും ഞാൻ അവിടേക്ക് തന്നെയാണ് കൊണ്ടിടുന്നത്. എല്ലാം അത് കുറേ പൊടി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങളുണ്ട്, കുറേ കളേഴ്സ് ഉണ്ട്. പെയിൻ്റ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്, സ്കെച്ച് ഉണ്ട്, പിന്നെ നമുക്ക് ആവശ്യമുള്ള പെൻസിൽസ് ഉണ്ട്. ഇത്തിരി സാധനമൊക്കെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇതിൽ വെക്കാത്തതേ ഉള്ളൂ. അതിൽ ഇത്തിരിയൊക്കെ കാണാതെ പോയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന സ്കെച്ചാട്ടോ. ഇത് ഞാൻ ഓർഗനൈസർ ചെയ്യാൻ വേണ്ടി വെച്ചതാട്ടോ. അവിടെ എടുക്കുന്ന 2 ബ്ലൈൻഡ് ബാഗ് ഡിഫറെൻറ്റ് വാങ്ങുന്നതാണ്. എനിക്ക് കുറേ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയതുണ്ട്. ഞാൻ അന്നൊരു ദിവസം ഉണ്ടാക്കിയ ബ്ലൈൻഡ് ബാഗ് ഓർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ കുറേ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൈമാറും. അത് ഒരു ബ്ലൈൻഡ് ബാഗാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഞാൻ. ലബോബ് ബ്ലൈൻഡ് ബാഗിൻ്റെ പെയിൻറ്റിങ് ഉണ്ട് അവിടെ. പിന്നെ പൗച്ചാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കളറിൻ്റെ ഇവിടെ കുറേ പേപ്പർ നമ്മൾ കൂട്ടിയിട്ടില്ലേ, അതിവിടെ ഒരു സാധനം നോക്കിയപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ അന്നൊരു ദിവസം വരച്ച് കാണിച്ചു. ഞാൻ കുറേ വരച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിക്കേഴ്സ് ആക്കാൻ വേണ്ടി. അങ്ങനെ സ്റ്റിക്കേഴ്സ് ആക്കാൻ വേണ്ടി നോക്കുമ്പോൾ കാണാനുണ്ട്. കുറച്ചൊരു കത്തിച്ചുണ്ടാവുള്ളൂ. പിന്നെ മനസ്സിലായി ഞാൻ തെറ്റിട്ടുണ്ട്. പക്ഷെ കുറേ നോക്കി. സാരമില്ല, നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാം. എന്തായാലും നമ്മളെ ഈ വീഡിയോസ് വരുന്നത് പക്ഷേ ഇത് പിന്നെ ബോറടിച്ചിട്ട് വയ്യ. ഇപ്പം എന്ത് ചെയ്യും നമ്മൾ? നമുക്കെല്ലാ ചെടികൾക്കൊക്കെ വെള്ളം വെച്ചാലോ, അതേമാതിരി ചെടികൾ വല്ല നോക്കാം. കുറേ നോക്കിയപ്പോൾ ചെടികൾക്ക് അങ്ങനെ ഒന്നും വന്നില്ല. ഒരു ചെടിക്ക് വളരെ ലീഫ് പുതിയതായിട്ട് മറ്റേ ചെടിക്ക് കുറേ വളരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഓരോരോ ചെടികളാണ്. സ്ട്രീറ്റ് പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ മുറച്ചുണ്ട്. പിന്നെ അങ്ങനെ വെജിറ്റബിൾ ഗാർഡനിലേക്ക് പോകാൻ വെജിറ്റബിൾ ഗാർഡൻ ഫ്രൂട്ട് ഗാർഡൻ അവിടെ കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് വരിക. ഈ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ വർക്ക് ആവുന്നുണ്ടോ കാണിച്ചു തരാൻ വേണ്ടി നോക്കാം. ഞാൻ ക്ലിയർ ഷീറ്റിലാട്ടോ ഈ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചത്. എന്നിട്ടത് പറിച്ചെടുക്കുക. നമുക്ക് ജാടല്ലോ അല്ലെങ്കിൽ ഇവിടെ നല്ല സാധനം ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഒട്ടിക്കാം കേട്ടോ. അത് നല്ല ഹെൽപ്ഫുള്ളാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലെല്ലാം ഇതുകൊണ്ട് ഉണ്ടാക്കാം. നമുക്കിത് വർക്ക്ഫുള്ളാണ് നോക്കണ്ടേ. അല്ല ബുക്ക് ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കാം. എന്നിട്ട് ബുക്ക് തുറക്കാം, ഒട്ടിക്കുക. നമ്മൾ സ്റ്റിക്കേഴ്സ് റെഡിയായി കേട്ടോ. ഒട്ടിയില്ലേ? ഇത് നോക്കിയാൽ കാണാം. വീടില്ലല്ലോ. നമ്മളെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞ് ഈ സമയം ഇപ്പോൾ ഒരു 6:30 നമ്മൾ നാളെ ഈ വീഡിയോ നമുക്ക് നിർത്താം. ബൈ, സീ യു.